ഹായ് നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് M5 സ്റ്റിക്ക് C+2 എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ പറ്റിയാണ്. ഇതാണ് ആ ഡിവൈസ്. ഇത് ബേസിക്കലി ഒരു ESP32 ഡിവൈസാണ്. ESP32 ഡിവൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. നമ്മൾ അഡ്രിനോയും പിന്നെ ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത് പ്രോഗ്രാം ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും പ്രോഗ്രാം ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മൊഡ്യൂൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നമുക്കിത് ഓട്ടോമേഷന് വേണ്ടിയിട്ടും പിന്നെ IoT പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബേസിക്കലി ഈ ESP32 അതായത് M5 സ്റ്റിക്ക് C+2 എന്ന് പറയുന്ന ഈ ഡിവൈസ് നമുക്ക് ബിൽഡിനായിട്ട് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വൈഫൈ വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, അതേപോലെ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 3 ബട്ടൺസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് പവർ ബട്ടൺ. ഇത് ഒരു 6 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇത് പവർ ഓഫ് ആവും. 6 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ പവർ ഓഫ് ആയി. പിന്നെ അതേപോലെ ഇതൊരു M5 എന്ന് പറയുന്ന ഇതൊരു സെൻറ്റർ ബട്ടൺ ഉണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ അല്ലാതെ ഈ ബട്ടണിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റി നമുക്ക് എങ്ങനെയാണ് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇതിൽ പിന്നെ ഒരു GPIO പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് GPIO പോർട്ട് കാണാം. പിന്നെ അതേപോലെ ഒരു USB-C പോർട്ട് ഉണ്ട്. ഇവിടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പ്രോഗ്രാം നമുക്ക് വേണ്ട ഫേംവെയർ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഈ ആഡ് ചെയ്യുക ഇത് വെച്ചിട്ടാണ്. പിന്നെ അതേപോലെ ഇതിൽ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട്, എക്സ്ട്രാ ഒരു പോർട്ട് വരുന്നുണ്ട്. ഈ പോർട്ടിൽ നമുക്ക് അഡീഷണൽ മൊഡ്യൂൾസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മോസ്റ്റ്ലി നമ്മൾ M5 സ്റ്റാക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ തന്നെ കുറേ മൊഡ്യൂൾസ് നമുക്ക് ഇതിൽ ഡയറക്റ്റ് പോർട്ട് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ നമുക്ക് എക്സ്റ്റേണൽ തേർഡ് പാർട്ടി പോർട്ട് കാര്യങ്ങളൊക്കെ മൊഡ്യൂൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ വൈഫൈ വരുന്നത് 2.4 GHz വൈഫൈ ആണ്, 5 GHz സപ്പോർട്ടല്ല. പിന്നെ നമുക്ക് ചിലപ്പം എക്സ്റ്റേണൽ മൊഡ്യൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് 5 GHz വൈഫൈ മൊഡ്യൂൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ബേസിക്കലി ബിൽഡിനായിട്ട് നമുക്ക് വൈഫൈ 5 സപ്പോർട്ടല്ല. പിന്നെ അതേപോലെ നമുക്കിതിൽ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുള്ള അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമുക്ക് പറഞ്ഞാലോ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ബേസിക്കലി ലോഡ് ചെയ്തിട്ടുള്ള ഫേംവെയർ എന്ന് പറയുന്നത് M5 ലോഞ്ചർ എന്ന് പറയുന്നൊരു പിന്നെ പ്രോഗ്രാമാണ്. അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ഞാൻ ഓണാക്കി തരാം. അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ലോഡ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഓരോ പ്രാവശ്യം സിസ്റ്റം ഇതാക്കണം. പക്ഷേ നമുക്ക് ഇതിലെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മൊഡ്യൂൾ ആക്കിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് SD കാർഡ് മൊഡ്യൂൾ ആഡ് ചെയ്യാം. SD കാർഡ് മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് SD കാർഡ് ഇപ്പോൾ ഇവിടെ SD കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പം SD കാർഡിൻ്റെ മൊഡ്യൂളില്ല. SD കാർഡിൻ്റെ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് SD കാർഡിൽ നിന്ന് ഇത് ഏതെങ്കിലും ഫേംവെയർ നമുക്ക് ലോഡ് ചെയ്യിക്കാം ഇതിലേക്ക്. പിന്നെ അതേപോലെ OTA ഉണ്ട്. OTA മീൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, M5 സ്റ്റാക്കിൻ്റെ M5 ലോഞ്ചറിൻ്റെ. അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് പാർട്ടി മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ജസ്റ്റ് ഇത് OTA ക്ലിക്ക് ചെയ്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മൊഡ്യൂൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ മൊഡ്യൂൾസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓരോ മൊഡ്യൂൾസ് ഉണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊഡ്യൂൾസ് നമുക്ക് ഇത് ക്രോമിൻ്റെ ഡാനോ ഗെയിം ഉണ്ട്. പിന്നെ അതേപോലെ ഈവൽ ക്ലോക്ക്, അങ്ങനെ കുറേ മൊഡ്യൂൾസ് ഉണ്ട്. നമുക്ക് ആ മൊഡ്യൂൾസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിടാം. പിന്നെ ടെട്രിസ് ഗെയിം ഉണ്ട്. അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പിന്നെ സോഫ്റ്റ്വെയർ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് OTA ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ M5 സ്റ്റാക്കിലേക്ക് ഇൻസ്റ്റാൾ ആവും. ഇതാണ് സാധനം. ഇത് നമുക്ക് വേണമെങ്കിൽ ഹാക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. വൈഫൈ പിന്നെ പെൻ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും വൈഫൈ അറ്റാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. ബ്രൂസ് പിന്നെ നീമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടൂൾസുകളുണ്ട്. ആ സോഫ്റ്റ്വെയർ ഫേംവെയർ ഒക്കെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ IR ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പം TV ഓഫാക്കാനും ഓണാക്കാനൊക്കെ ആയിട്ടുള്ള മൊഡ്യൂൾസും കാര്യങ്ങളും നമുക്ക് TV ഓണാക്കാനും ഓഫാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ പിന്നെ ഇത് വരുന്നത്, IR ട്രാൻസ്മിറ്റർ വരുന്നത്. പിന്നെ ഒരു LED ഉണ്ട്, റെഡും ഗ്രീനും. പിന്നെ ഇത്രയാണ് ഇതിൽ ബേസിക്കലി വരുന്നത്. ഇതിൻ്റെ എങ്ങനെയാണ് ഫേംവെയറും പിന്നെ ഫ്ലാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം നെക്സ്റ്റ്.